ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കണ്ടന്റ് വീഡിയോ ആണ്. ഒരുപാട് പേര് യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ കാണുന്ന ന്യൂസ് ആയിരിക്കും. സ്പാമിനെ പറ്റിയും ഓരോ ഇൻഫ്ലുവൻസിൻ്റെ അക്കൗണ്ട് പോയതിനെ പറ്റിയായിരിക്കും നമ്മളിപ്പം യൂട്യൂബിൽ ചർച്ച ചെയ്യുന്നത്. അതിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളും ചെറുതായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടായി വയനാട് വ്ളോഗ്സിൻ്റെയും മല്ലു ഫാമിലിയുടെയൊക്കെ ഇൻസ്റ്റഗ്രാം പോയിന്ന്. അപ്പോൾ അതിൽ സത്യാവസ്ഥ ഉണ്ട് ഗൈസ്, കറക്റ്റാ. അവരെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊന്നും നമുക്കിപ്പോൾ സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല. വയനാട് വ്ളോഗ്സിൻ്റെ വേറൊരു അക്കൗണ്ട് ഉണ്ട്, വണ്ടിയും സംബന്ധമായി വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഉണ്ട് നിലവിൽ. പക്ഷേ വയനാട് വ്ളോഗ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ട് നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റത്തില്ല. അതിൻ്റെ ഇപ്പോൾ മെയിൻ റീസൺ ഓൺലൈൻ ഗെയിമിൻ്റെ ആണ് ഗൈസ്. യൂട്യൂബിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, കാരണം യൂട്യൂബിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് ഒക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ എന്ത് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലും ഒരു തേർഡ് പേഴ്സൺ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യും. അതിലെന്തെങ്കിലും ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ അവരത് റിമൂവ് ചെയ്യും. അങ്ങനെയാണ് യൂട്യൂബിൽ. പക്ഷെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങൾ ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് വയനാട് വ്ളോഗ്സ് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഗെയിമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, മിക്കവർക്കും അറിയായിരിക്കും. യൂട്യൂബിൽ പക്ഷെ നമുക്ക് ആ വീഡിയോസ് ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുള്ളും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ആ ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ പേഴ്സണലി എനിക്കറിയാവുന്ന ഒരുപാട് പേര് ആ ഗെയിം കളിക്കുന്നുള്ളവരുണ്ട്. പക്ഷേ അതിലൊരു റിസ്ക് വരുന്നതെന്ന് വെച്ചാൽ, ഗെയിം കളിക്കാൻ അറിയാവുന്നവർക്ക് ഓക്കെ, അത് വേറൊരു പ്രശ്നം വരത്തില്ല, ഓക്കെയാണ്, അവർക്ക് ഓക്കെയാണ്. പക്ഷേ ഗെയിം കളിക്കാൻ അറിഞ്ഞുകൂടാത്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതെന്താ, അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, ഇവർ കുറേ ഈ വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് കോപ്പിറൈറ്റ് വരും. പക്ഷെ അവരെ ഒരുപാട് വീഡിയോസിൽ അവർ പറയുന്നത് കേട്ടാൽ ഞാനിപ്പം വീട് വെച്ചത് ഈ എമൗണ്ട് കൊണ്ടാണ്, ഇങ്ങനെ ഗെയിം കളിച്ചിട്ടാണ് ഇങ്ങനെ വന്നത്, ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒബ്വിയസ്ലി നമ്മൾ മലയാളികളാണ്, അപ്പോൾ നമ്മൾ എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി ഒരു വട്ടമെങ്കിലും നമ്മളത് കയറി നോക്കും. അങ്ങനെ കുഞ്ഞു കുട്ടികളുണ്ട്, അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ കയറി നോക്കി അവരെ കയ്യിൽ ഇപ്പം ചിലപ്പം ആദ്യം നമ്മൾ 10 രൂപയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് ചിലപ്പോൾ പോകും. പിന്നെ നമ്മൾ 20 രൂപ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് പേർക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ ജീവിതം പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ അതൊന്നും കണക്കാക്കുന്നില്ല. അവരിത് ചെയ്യുമ്പോൾ അവർക്കൊരു മാസം തോറും ഒരു റവന്യൂ കിട്ടും. ചിലപ്പോൾ 1.5 ലക്ഷം രൂപയായിരിക്കും, 1 ലക്ഷം രൂപ. ഇപ്പം നമ്മൾ ന്യൂസിൽ കണ്ടപ്പോഴാണ് അറിയുന്നത് ഒരു 10 ലക്ഷം രൂപ അവർ പ്രതിഫലം വാങ്ങിയിട്ടാണ് ഇതൊക്കെ അവരിടുന്നത്. അവരുടെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയാണ് അവരിങ്ങനത്തെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇടുന്നത്. എൻ്റെ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇനിയെങ്കിലും ഒരു കുട്ടികളും ആരും ഈ ചതിക്കുഴി ചെന്ന് വീഴാതിരിക്കാനാണ് ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഈ വീഡിയോ അങ്ങനെയൊക്കെ കണക്കാക്കിയാൽ മതി. പിന്നെ കുറേ ഇല്ലീഗൽ ആയിട്ടുള്ള ഇത്തരം ആപ്പ് നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്തതാണ്. ഇങ്ങനത്തെ നമുക്ക് ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്സ് നമുക്ക് വരുന്നത് മൊറോക്കോ എന്ന് പറഞ്ഞൊരു രാജ്യത്താണ് ഇത്രയും ഇല്ലീഗൽ ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചറിയാം, ഈ വയനാട് വ്ളോഗ്സ് ബയോയിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ വീഡിയോസിലും അവർ പറയും, നമ്മൾ ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ നേരെ എത്തുന്ന എവിടെയാണ്, ഓൺലൈനിലാണ് എത്തുന്നത്. കറൻ്റ്ലി അവർക്കൊരു ആപ്പ് ഇല്ല. അതിൽ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇങ്ങനത്തെ ഒരു ആപ്പ് നമ്മുടെ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അലോ ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണമെങ്കിൽ യൂട്യൂബ് ചെയ്യാം, അതും ചെയ്യാം. ഈ ഗെയിമൊക്കെ ചിലപ്പം ഫസ്റ്റിലൊക്കെ നമുക്ക് പൈസ കിട്ടും, പക്ഷെ 2-3 വരുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ 100 രൂപ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 200 300 ആയിട്ട് നമുക്ക് ലോസ് വരും. അങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ പ്രശ്നം. അത് മാത്രമല്ല, ഗെയിം ഒരു പ്രാവശ്യം കളിച്ച ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും, എന്തായാലും അഡിക്റ്റ് ആയി പോകും. അതുകൊണ്ട് ഇനി കളിക്കാൻ പോകുന്ന ആൾക്കാരും ഇനി അത് കളിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്കാണ് പറയുന്നത്, സൂക്ഷിച്ച് മാത്രം കളിക്കുക. ഞാൻ പറയുന്ന അങ്ങനെ ഒരു ഗെയിം നിങ്ങൾ കളിക്കരുത് എന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. അങ്ങനെ പൈസ ഉണ്ടാക്കണം, ഗെയിം കളിക്കണമെന്ന് തോന്നണം, സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഗെയിമുണ്ട്, ഡ്രീം ലെവൽ എന്നാണ്. അത് ഓക്കെയാണ്, അത് വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്ത്യയിലെ ഗവൺമെൻറ് തന്നെ അപ്രൂവൽ കൊടുത്തിട്ടുള്ള ഒരു ഗെയിമാണ്. ഇങ്ങനെ ഓരോ ആൾക്കാർ പറയുന്നത് കേട്ട് നമ്മൾ അവയർനെസ് ആയിരിക്കണം. അവർക്ക് റവന്യൂ കിട്ടുന്നുണ്ട്, അവർ നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വീഡിയോസ് ഇടുന്നത്, അവർ നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഓരോ പരസ്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ അതിൽ ചെന്ന് വീഴരുത്. ഓക്കെ ഗൈസ്, ഒരുപാട് ഫാമിലി വ്ളോഗ്സ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മണി ഏൺ ചെയ്യാം, പെട്ടെന്ന് നമുക്ക് സമ്പാദിക്കാം, പെട്ടെന്ന് നമുക്ക് കോടീശ്വരനാവാം, അങ്ങനെയൊക്കെ ഒരുപാട് ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്. അവരെ ഉദ്ദേശം എന്ന് വെച്ചാൽ, യൂട്യൂബിൽ ചിലപ്പം റീച്ചായിരിക്കുന്ന സമയം, ചിലപ്പോൾ ഈ മാസം നല്ല റീച്ച് ഏതെങ്കിലും വീഡിയോ പോവും, നല്ല റീച്ച് കിട്ടും. അടുത്ത മാസം ആ റീച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ആ റീച്ച് താന്നും പൊങ്ങിയും ഇരിക്കും. ഓക്കെ, ചിലപ്പം ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ താന്നിരിക്കും. നമ്മുടെ വീഡിയോയിൽ റീച്ച് പോകുന്നതനുസരിച്ച് നമുക്ക് റവന്യൂ കിട്ടുന്നത്. അപ്പോൾ റവന്യൂ കുറയുമ്പം അവർ സാധാരണ ഇങ്ങനത്തെ ആപ്സിനൊക്കെ കൊളാബറേഷൻ കൊടുക്കും. വഴിയേ ഓരോ പേരായിട്ട് ഓരോ അക്കൗണ്ട് പോകുന്നത് നമുക്ക് കാണാം. ഓക്കെ,
പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം റീച്ച് ആയപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും, എൻ്റെയും ചേട്ടൻ്റെയും വീഡിയോസ്, ഞങ്ങൾ കപ്പിൾസ് വീഡിയോസാണ് ഒരുപാട് പോസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് പോലും നമുക്ക് ഒരു വീഡിയോക്ക് 1 മില്യണും എൻ്റെ വീഡിയോക്ക് 1 മില്യണൊക്കെ അടിച്ച സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഇതേപോലെ ഒരു കൊളാബറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ടെലിഗ്രാമിൽ അക്കൗണ്ട് എടുക്കണം, ഇതേപോലെ മണി ഏൺ ആപ്പാണ്, ഗെയിമാണ് എന്നെല്ലാം നമുക്ക് പറഞ്ഞ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്തില്ല. ഞങ്ങളതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്കത് ജെന്യൂനായിട്ട് തോന്നിയില്ല. ഇതുപോലെ ഞങ്ങൾ ആ കൊളാബറേഷൻ അക്സെപ്റ്റ് ചെയ്തില്ല. എല്ലാവരും അതുപോലെ ആയിരിക്കത്തില്ല. എല്ലാവരും അവരുടെ ലൈഫ് മാത്രമേ സെറ്റിൽ ആവാൻ നോക്കത്തുള്ളൂ. അങ്ങനെയുള്ള വ്ളോഗേഴ്സിൻ്റെ അടുത്ത് ഞാൻ ഒന്നും കൂടെ പറയുക, മനുഷ്യരെ ജീവിതം വെച്ച് നിങ്ങൾ കളിക്കരുത്. ഓക്കെ, നിങ്ങളും ഇതുപോലെ സാധാരണക്കാരിൽ നിന്ന് ഇങ്ങനെ ലെവലപ്പ് ചെയ്ത് ഗൂസപ്പ് ചെയ്ത് വന്ന നിങ്ങളെ ഇങ്ങനെ ആക്കിയത് ഈ സാധാരണക്കാരാണ്. അവരുടെ എമൗണ്ട് വെച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അവരെ ഒന്നും കൂടെ കുഴിയിലാക്കി ട്രാപ്പിഡാക്കി നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യരുത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് യൂട്യൂബിൽ അത് കാണാൻ പറ്റുന്നില്ല കേട്ടോ. യൂട്യൂബിൽ അങ്ങനത്തെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും അവർ ഇടാറില്ല. കാരണം വേറെ ഒന്നുമല്ല, യൂട്യൂബിൽ അങ്ങനത്തെ ക്രൈറ്റീരിയ ഉണ്ട്. അതുമാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ ഓൺലൈൻ ഗെയിമിനെ പറ്റി നമ്മൾ സംസാരിച്ച് ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ അതാണ് ഗെയിമിൻ്റെ പേരൊന്നും പറയാത്തത്, ഓക്കെ, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ യൂട്യൂബ് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന മുന്നിൽ തന്നെ നമ്മുടെ വീഡിയോ ഡിലീറ്റ് ആക്കും. അങ്ങനെ സ്ട്രൈക്ക് കാര്യങ്ങളൊന്നുമല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആക്കും. പറഞ്ഞു എന്തിനാ വെറുതെ ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ അവരുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക ഗൈസ്. എത്ര വർഷം അവർ കഷ്ടപ്പെട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ഒരു അക്കൗണ്ടിൽ നിന്ന് 0 ഫോളോവേഴ്സിൽ നിന്ന് ഒരു 1 മില്യണൊക്കെ ഫോളോവേഴ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. 2-3 വർഷമായി, 2-3 വർഷത്തെ അധ്വാനമാണ് അവർ ഒരു ദിവസം കൊണ്ട് തൊലച്ചത്. അപ്പോൾ ആരും ഇതിൽ ചെന്ന് ചാടാതിരിക്കുക. അതുമാത്രമല്ല, ഏതെങ്കിലും ഇൻഫ്ലുവൻസ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റീച്ചുള്ള അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ചെയ്താലും ഉറപ്പായിട്ട് റവന്യൂ കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ ആളെ പറ്റിക്കുന്ന വീഡിയോസൊന്നും ഇടരുത്, ഇങ്ങനെ ആളെ പറ്റിക്കുന്ന ഗെയിമൊന്നും തുടങ്ങരുത്. ഓക്കെ, പിന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുക, എന്തായാലും ചിലപ്പം കളിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല, കളിക്കാൻ അറിയാമെന്നുള്ള ആൾക്കാർക്ക് പ്രശ്നമില്ല. പക്ഷേ കളിക്കാൻ അറിഞ്ഞൂടാത്ത ആൾക്കാർ കളിക്കരുത്, കൊണ്ട് പൈസ കളയരുത്. ഓക്കെ, ചെറിയ കുഞ്ഞു വീഡിയോ ആണ്, ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, അതുകൊണ്ട് മറക്കരുത്, ആരും ഇങ്ങനത്തെ ഗെയിം കളിക്കരുത്. ഓക്കെ, ബൈ ഗൈസ്.